എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ ഫർണിച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇൻട്രോയിലിന്റെ കൈറ്റ് എന്നുള്ള സോഫയാണ്. അതായത് ഒരു ഇന്റർനാഷണൽ കമ്പനിയായ ഇൻട്രോയിലിന്റെ കൈറ്റ് എന്ന സോഫയാണ് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കൈറ്റ് സോഫയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കണക്ക് തന്നെ ഈ സോഫിലൊരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 3 സീറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സാധാരണ കാണുന്ന കണക്ക് 3 സീറ്റർ അല്ല, ഒരു ലവ് സീറ്റിന്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ തന്നെ എന്ന് വേണമെങ്കിലും പറയാം. കാരണം വെച്ചാൽ അതിന്റെ ലെഗ് ഭാഗമൊക്കെ വരുന്ന ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു കെർവ് ചെയ്ത് വരുന്ന മോഡലാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ബാക്ക് ട്രസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു യു ഷേപ്പ് ടൈപ്പ് വരുന്നൊരു സോഫയാണ് ഇത് ഇൻട്രോയിലെ കൈറ്റ് എന്ന സോഫ. ഇതിന്റെ ബാക്ക് സപ്പോർട്ടായിട്ട് നമുക്കൊരു 3-4 പില്ലോ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിംഗിൾ സീറ്റ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതൊരു ബോളിന്റെ ആകൃതിയിലാണ് കറക്റ്റ് ഈ സോഫ വന്നിരിക്കുന്നത്. കറക്റ്റ് ഷേപ്പാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റൗണ്ട് ചെയ്തൊന്നുകൂടെ കാണിക്കുക. അത് കറക്റ്റ് ബാളിന്റെ ഷേപ്പ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ലോത്ത് ഇൻട്രോയിലെ മാത്രം ഉള്ളൊരു ക്ലോത്താണ്. ഇതിനകത്ത് ഒരുപാട് കളേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ ഇപ്പോഴത്തെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് 82,500 ഇതിന്റെ കോസ്റ്റ്. നമുക്കിത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണത്തിന്റെ ഓഫറായിട്ട് നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത് വെറും 69,999 ഇത് നമുക്ക് ഡെലിവറി ചെയ്ത് തരാം. ഇത് നിങ്ങൾക്ക് ഫർണിച്ചറിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. നമ്മളതിന്റെ സംശയങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതിനൊക്കെ ബജാജ് ഫൈനാൻസും ഉണ്ട്. ബജാജ് ഫൈനാൻസുമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ ചോദിക്കാം. ബജാജ് ഫൈനാൻസ് ആണെങ്കിലോ നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡുമായിട്ട് മാത്രം വന്നാൽ മതി. നമുക്ക് നിങ്ങളുടെ സിബിൽ സ്കോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ബജാജ് ഫൈനാൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് 10 മാസത്തെ സ്കീമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് അങ്ങനെയും അത് വർക്കൗട്ടായിട്ട് ചെയ്യാം. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ബൈ ബൈ.